എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്പോ 2020ലേക്കാണ്. അപ്പം വേൾഡ് മ്യൂസിയം ഡേയോടനുബന്ധിച്ചിട്ട് ഇന്നലെ എക്സ്പോ മ്യൂസിയം, ഇന്ന് എക്സ്പോ മ്യൂസിയം എക്സ്പോ 2020 നമുക്ക് ഫ്രീ ആണ്. നാളെ മുതൽ 120 dirhams ഒക്കെയാണ് അതിന്റെ എൻട്രി ചാർജ് എന്ന് പറയുന്നത്. അപ്പം ഉച്ചയ്ക്കായി പോകുമ്പോൾ ഇനിയിപ്പോ നമുക്ക് അവിടെ കയറാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് പോണത്. അപ്പൊ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങോട്ട്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റില്ല, ഈ വർഷം പോവാന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് അവിടുത്തെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോണത്. നല്ലൊരു ഞായറാഴ്ചയായിട്ട് കിടന്നുറങ്ങാണ്ട് വെളുപ്പിന് എണീറ്റ് നമ്മൾ ഈ വെയിലത്ത് കൂടെ നടന്നത് കാണാൻ വേണ്ടി പോകുമ്പോൾ ഒരു എന്താ പറയാ, ആത്മാർത്ഥത നിങ്ങൾ മനസ്സിലാക്കണം. തടിയുള്ള ആളാണെങ്കിൽ ഇങ്ങനെ ഇതിൽ പോകൂ. ഈശ്വരൻ, ഞാൻ കുറച്ചും കൂടെ തടി വെച്ചതിൽ പോകാൻ പറ്റില്ല. അമ്മേ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ എക്സ്പോ 2020 മെട്രോ സ്റ്റേഷനിൽ വരുന്ന. അടിപൊളിയിട്ട് കാണുന്നതിനൊരു പ്രീമിയം ലുക്കില്ലേ. അധികം തിരക്കൊന്നുമില്ല, കാരണം ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ക്രൗഡൊന്നും ഇല്ലാത്ത ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള, പക്ഷേ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നേരെ ഇറങ്ങുന്നത് നമ്മൾ ദുബായ് എക്സിബിഷൻ സെൻറ്ററിൽ കഴിഞ്ഞിട്ട് അങ്ങോട്ടാട്ടോ. ഇതാണ് എക്സ്പോ സിറ്റി. അപ്പോൾ ഇവിടെ ചെല്ലുമ്പം ഇവിടെ ഒരുപാട് തിരക്കില്ലാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നട്ടുച്ചയാണ്. പിന്നെ ടിക്കറ്റ് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ടിക്കറ്റ് ഇന്ന് എടുക്കേണ്ടാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പോകുന്ന വഴിക്ക് വേസ്റ്റ് ഒക്കെ ഇടാനുള്ള സെപ്പറേറ്റ് കുറേ പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു ഗ്ലോബ് പോലൊരു സാധനം കേട്ടോ കാണുന്നത്. കിടു എന്ന് പറഞ്ഞാൽ കിടു. കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു ഭയങ്കര ഗോൾഡൻ ടച്ചൊക്കെ കൊടുത്ത് സൂപ്പർ സാധനം. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി ഫുൾ ലൈറ്റാട്ടോ. നമ്മൾ നൈറ്റാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കിടുമായിരിക്കും. നമ്മളിപ്പോൾ ഉച്ചയ്ക്കായതുകൊണ്ട് നൈറ്റ് വരെ നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ എൻ്റെ നടുക്കായിട്ട് ഈ പ്രോഗ്രാമൊക്കെ നടത്തുന്ന സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അടുത്തടുത്തായിട്ട് നമുക്ക് തണുത്ത വെള്ളം കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞിട്ട് വെള്ളം വരും. അവിടുന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് കിടക്കുമ്പോഴത്തേക്കും കിങ്ഡം ഓഫ് അറേബ്യ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ചെരിഞ്ഞ ബിൽഡിംഗ് കണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല, പകുതിയും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. കാരണം ഇതിപ്പം ജസ്റ്റ് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ പോണത്. അപ്പോൾ പല പവലിയനും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ഞാൻ അങ്ങോട്ട് പോയത് ഒരു മ്യൂസിയത്തിലേക്ക് കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പല കൺട്രീസിലുള്ള പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ ആഫ്രിക്കയിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂട്ട് പോലത്തെ സാധനങ്ങൾ. പക്ഷേ ഇതൊന്നും തൊടാൻ പറ്റില്ല. പിന്നെ എന്താ ചെണ്ടയോ എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനോടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചില സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ തൊട്ട് നോക്കാം, ചില സാധനങ്ങൾ തൊടാൻ പാടില്ല. പിന്നെ കണ്ടു ഇതിൽ നമുക്ക് തൊട്ട് നോക്കാം, ഇങ്ങനെ ഒച്ചയൊക്കെ കേൾക്കും, സൂപ്പറാണ്. ഇത് ഞാൻ വിചാരിച്ചു ഇന്ത്യ ആയിരിക്കുന്നു, ഇന്ത്യയല്ല, പക്ഷേ ഇത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലെ ഏതോ ഒരു പ്രധാനപ്പെട്ട ഡ്രസ്സ് കേട്ടോ. ഈ ആൾക്കാർ കിടക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് കിടന്നിട്ട് ഇങ്ങനെ മേലോട്ട് സിനിമ കണ്ടിരിക്കാം. അങ്ങനെ പല രാജ്യത്തെ അല്ലെങ്കിൽ പല നാട്ടിലെ പല എന്താ പറയുക ആയുധങ്ങളും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യയിലെ കണ്ടോ ISR ഇത് റോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇന്ത്യയിൽ ഞാൻ കണ്ടില്ല അവിടെ. സോ എല്ലാവരും കിടക്കുന്നുണ്ട്, ഞാനും പോയി കിടന്നു നോക്കി. നല്ല രസമുണ്ട്. നമുക്കിങ്ങനെ പണ്ടുള്ള ആൾക്കാർ മേലോട്ട് പോയി കിടന്നത് ഇതിനകത്തായിരിക്കും എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ പറയുക, ഒരുപാട് എന്തൊക്കെയോ ലൈറ്റിൻ്റെ കുറേ സാധനങ്ങൾ അവിടെയുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നുണ്ട്, ഇതിനൊന്നും പേര് എനിക്ക് കൃത്യമായി അറിഞ്ഞുകൂടാ. പക്ഷെ പല എന്താ പറയുക അടിപൊളി ഭയങ്കര സെറ്റപ്പാണ്. കുറച്ച് ഒന്നാമത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്ഷറിയാണ്. അവിടെ നിന്ന് നേരെ പോയത് ഫാമിലേക്കാട്ടെ. ഫാം നല്ല രസമുണ്ട്, നമുക്കൊരു നാടൻ വൈബൊക്കെ തോന്നും. നമ്മുടെ പച്ചക്കറി എന്താ പറയുക, വെണ്ടയ്ക്കയും തക്കാളിയും കിഴങ്ങും, പിന്നെ സൂര്യകാന്തീൻ്റെ ഒരു ചെറിയ സെക്ഷനുണ്ട്. അതുപോലെ പയർ, മത്തങ്ങ, കുമ്പളങ്ങ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു നാടൻ വൈബ് തോന്നും. ചെടിയൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തണുപ്പും നല്ല ഭയങ്കര നമുക്കവിടെ നിൽക്കാൻ തോന്നും. കുറച്ച് ബീസൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചൂട് കുറവാന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. ഇവിടെ ചൂടായിട്ട് നമുക്ക് ഭയങ്കര പൊള്ളും, ഇങ്ങനെ കുടയൊന്നും ഇല്ലാണ്ട് അതിൽ നടക്കാനേ ആവില്ല. പിന്നെ അവിടെ അവരെ തന്നെ വണ്ടിയുണ്ട്, അപ്പോൾ പിന്നെ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡ്രോപ്പ് ചെയ്യും. അതൊരു വളരെ നല്ല ഉപകാരമായിരുന്നു. പിന്നെ ഞാൻ അധികം ഒന്നും കാണാൻ നിന്നില്ല കേട്ടോ, ഒരു എമർജൻസി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി. സോ നമ്മൾ ഇനി അവിടെ പോകാൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റാ.